ഹലോ, എല്ലാവർക്കും രാഗിത്തന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കുടജാദ്രിയിലേക്ക്. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന കുടജാദ്രിയിലേക്ക് നമുക്കൊരു യാത്ര പോയിട്ട് വരാം. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 40 കിലോമീറ്ററോളം ഉണ്ട് കുടജാദ്രിയിലേക്ക്. നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് തന്നെ ജീപ്പ് സർവീസ് ഉണ്ട്. ഒരു ജീപ്പിൽ 8 പേരെയാണ് അവർ കയറ്റുന്നത്. ഒരാൾക്ക് 400 രൂപ പ്ലസ് 70 രൂപ ഫോറസ്റ്റ് എൻട്രി ആയിട്ട് കൊടുക്കണം. അതായത് ഒരാൾക്ക് ടോട്ടൽ 470 രൂപ. നമുക്കൊരു ജീപ്പ് വേണമെങ്കിൽ ഫുള്ളായിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 8 പേർക്കുള്ള പൈസ കൊടുത്താൽ മതി. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഒരു 8:30 മണിയോട് കൂടിയാണ് കുടജാദ്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജീപ്പിൽ കയറിയത്. ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട് കേട്ടോ അങ്ങോട്ട്. അതിൽ കുറേ ദൂരം റോഡിലാണ്, അത് കഴിഞ്ഞിട്ടാണ് ഓഫ് റോഡ് പോകുന്നത്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ജീപ്പ് ടയർ കേടായിപ്പോയി. അപ്പം ഞങ്ങളുടെ ജീപ്പിലുണ്ടായിരുന്ന ഡ്രൈവറും കൂടെ ഇറങ്ങി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സ്ഥലമാണ് കേട്ടോ, നല്ല കാട് പോലത്തെ സ്ഥലം. പക്ഷേ ഇതൊക്കെ റോഡ് ഏരിയ ആണ്. പോകുന്ന വഴിക്ക് വെള്ളമോ ഫുഡ് ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കടയുടെ മുന്നിൽ നിർത്തും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കടകളൊന്നും ഇല്ല. പോകുമ്പോൾ നമ്മൾ വെള്ളവും കൂടെ കയ്യിൽ കരുതണം കേട്ടോ. മുന്നേ പറഞ്ഞില്ലേ, കുറേ ദൂരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. അത്രയും പൊടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ സമയമെന്ന് പറഞ്ഞാൽ ഒരു രാവിലത്തെ ടൈമാണ്. നമ്മുടെ ജീപ്പ് പോകുമ്പോൾ തന്നെ പൊടി ഇങ്ങനെ നന്നായിട്ട് പറക്കാൻ തുടങ്ങും. അപ്പോൾ ഉറപ്പായിട്ടും മാസ്കോ അല്ലെങ്കിൽ ഹാൻഡ് കർച്ചീഫോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും കൂടെ കയ്യിലുണ്ടാവണം. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ്. കുറേ ദൂരമുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 6 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. ഈ സ്ഥലം വരെ ജീപ്പ് പോകത്തുള്ളൂ. ഇവിടെ എത്തുമ്പോഴത്തേന് സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി അങ്ങോട്ട് നടന്ന് കയറേണ്ടതാണ്. കണ്ടോ, ഇവിടെ എല്ലാ ജീപ്പും ഇട്ടിട്ടുണ്ട്. അവർ 1.5 മണിക്കൂറാണ് ടൈം തരുന്നത്. ഞങ്ങൾ ഒരു 10:15 ആയപ്പോൾ എത്തി. ഒരു 11:45 ആകുമ്പോഴത്തേനും തിരിച്ച് വരണമെന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ ലേറ്റ് ആവുകയാണെങ്കിൽ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. ഇവിടെയൊക്കെ ക്ഷേത്രങ്ങളാണ്, അവിടെയൊക്കെ കയറി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് വഴിപാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞ് നമ്മൾ മല കയറി തിരിച്ച് വരുമ്പോൾ അവരത് ചെയ്ത് വെച്ചേക്കും. ഈ കാണുന്ന വഴിയില്ലേ, ഇതിലൂടെയാണ് കേട്ടോ നമ്മൾ മല കയറുന്നത്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഒന്ന് മല കയറി പോകാൻ വേണ്ടിയിട്ട്. കയറുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വല്ലതും തോന്നുകയാണെങ്കിൽ നമുക്ക് ഇരുന്ന് പോവാം കേട്ടോ. അങ്ങനെ ധൃതി പിടിച്ച് കയറി പോവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇരുന്ന് സമാധാനപരമായിട്ട് പോവാം. പിന്നെ നമുക്ക് ഒരുപാട് വയസ്സായ അമ്മമ്മമാർ കയറി പോകുന്നത് കാണാൻ പറ്റും. കയറി പോകുന്നതും താഴോട്ട് വരുന്നതും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കിടുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. ഏജൊന്നും ഒരു ഫാക്ടറിയേ അല്ല കേട്ടോ. ഇവിടെ മല കയറി പോകുന്നതിന് നമ്മുടെ മനസ്സ് മതി. പോണേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ
ശങ്കരാചാര്യർ തപസ്സിരുന്ന സർവജ്ഞപീഠത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ ഈ മലമുകളിലെത്തുമ്പോഴത്തേന്. വന്നിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും വന്ന് നോക്കണേ, ഒരു പ്രത്യേക ഫീലാണ്. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് വരാൻ തോന്നും. ഞങ്ങളിപ്പം വന്നേക്കുന്ന ഒരു ഉച്ച സമയമല്ലേ, ഇതൊക്കെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ ടൈമാണ് നമ്മളിവിടെ കയറിയത്. രാവിലെയോ അതുപോലെ തന്നെ വൈകിട്ടോ ഒക്കെ വരുവാണെങ്കിൽ നല്ല മഞ്ഞ് മൂടിയ പ്രദേശം കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് ഒരു തെളിഞ്ഞ പ്രദേശമാണ്. ആ മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുവഴിയാണ് കേട്ടോ ചിത്രമൂല ഗുഹയിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഇതിലൂടെ കുറച്ച് പോകുമ്പോഴത്തേക്ക് ഗുഹയും അതിനകത്ത് ശിവലിംഗവും ഒക്കെ ഉണ്ട്. പണ്ട് ഇതിലൂടെ പോകുമായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പോൾ എന്താണോ എന്തോ അവരത് റെസ്ട്രിക്റ്റ് ചെയ്തേക്കാണ്. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. വലിയ കല്ലിൽ ചവിട്ടി ഇറങ്ങാൻ ശ്രമിച്ചാൽ നമ്മൾ തിന്നത്തില്ല. ഇതേ അങ്ങ് ദൂരെ കണ്ടോ ഒരാളൊരു പാറയമേലിരിക്കുന്ന, അങ്ങ് താഴോട്ട് നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. ഇത് നല്ല വെള്ളമാണ് കേട്ടോ, കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്, മേളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുടജാദ്രിയുടെ വിശേഷങ്ങൾ. ഇനിയും വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ മൂകാംബിക തിരിച്ചെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. മൂകാംബിക വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവരൊന്ന് കാണാൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കും. അപ്പോൾ ശരി, ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാൻ ടാറ്റ ബൈ ബൈ. സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.